വെൽക്കം ടു സഫിയർ ഫ്യൂച്ചർ അക്കാദമി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന +2 സുവോളജി ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററാണ്. അതിൽ നമ്മൾ ഇൻഫെക്ഷസ് കോമൺ ഹ്യൂമൻ ഡിസീസസ് എന്നുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈഫോയിഡ് ഫീവർ എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു അസുഖത്തെ കുറിച്ചാണ്. ന്യൂമോണിയ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു അസുഖമായിരിക്കും ന്യൂമോണിയ, അല്ലെ? ഒരാൾക്ക് പനി വന്നു, നല്ല ജലദോഷം വന്നു, നമ്മൾ ചിലപ്പോൾ ചെറിയ വലിയ പാരസെറ്റമോളോ കാര്യങ്ങളൊക്കെ കഴിച്ചു, എന്നിട്ടും കുറയുന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല ചുമയിലേക്ക് മാറുന്നു. അപ്പൊ തീരെ കുറയാതെ വരുമ്പോഴത്തേക്കും നമ്മൾ ഡോക്ടറെ കാണാൻ പോകും. അപ്പൊ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ന്യൂമോണിയ എന്നൊരു സംശയമുണ്ട്, ഒന്ന് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് പരിശോധിക്കുന്നു. അങ്ങനെ ടെസ്റ്റ് ഒക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും പറയും ന്യൂമോണിയ എന്ന് പറഞ്ഞ അസുഖമാണ്. എന്താണ് ഈ ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം? ഓക്കെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ന്യൂമോണിയ ന്യൂമോണിയ എന്ന് പറയുന്നത്. ഏത് ബാക്ടീരിയ ആണ് ഇതിന് കാരണമാകുന്നത്? ബാക്ടീരിയന്റെ പേരാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ഓർ ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ എന്ന് പറയുന്ന ബാക്ടീരിയകളാണ് ന്യൂമോണിയ എന്ന് പറയുന്ന ഡിസീസ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഇത് എവിടെയാണ്, നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഇറ്റ് അഫക്ട്സ് ആൽവിയോളൈ ഓഫ് ദ ലങ്സ്. നമ്മുടെ ലങ്സിന്റെ ആൽവിയോളൈ എന്നുള്ള ഭാഗത്തിനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. എവിടെയാണ് ആൽവിയോളൈ എന്ന് പറയുന്നത്? അല്ലെ, നമുക്കറിയാം നമ്മുടെ ലങ്സിന് നമ്മളിങ്ങനെ പ്രൈമറി ബ്രോങ്കൈ, നമ്മുടെ ഇങ്ങനെ ലങ്സ് വരുന്നു, അല്ലെ? നമുക്കിങ്ങനെ ലങ്സ് ഉണ്ട്, അല്ലെ? അതിലേക്ക് നമ്മൾ പ്രൈമറി ബ്രോങ്കൈ ഉണ്ട്, ദെൻ സെക്കൻഡറി ബ്രോങ്കൈ, ടെർഷറി ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും, അല്ലെ? അങ്ങനെ ഫൈനലി എന്ത് വരും? അവസാനം എന്ത് വരുന്നു? ഇങ്ങനെ പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ടെർഷറി, ബ്രോങ്കിയോള് എന്ന് പറഞ്ഞ് ഫൈനലി എന്ത് ചെയ്യും? നമ്മുടെ ഇത് ചെന്ന് അവസാനിക്കുന്നത് ആൽവിയോളൈ എന്ന് പറയുന്ന ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചറിലേക്കാണ്, അല്ലെ? ഇങ്ങനെ ഒരു ബാഗിലേക്ക്, അല്ലെങ്കിൽ എയർ ബാഗ് എന്നാണ് ഇതിന് വിളിക്കുന്നത്. എയർ സാക്ക് അല്ലെങ്കിൽ എയർ ബാഗ് ഓഫ് ദ ലങ് എന്ന് വിളിക്കുന്നത്. ഈ ആൽവിയോളയിലാണ് ഈ ബാക്ടീരിയ വന്ന് നിൽക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ ഒരു അസുഖം ഉണ്ടാവുകയും നമ്മുടെ ഇൻഹെയിൽ ചെയ്യുമ്പോൾ, നമ്മൾ ശ്വസിക്കുമ്പോൾ എയറിലൂടെ ഈ ബാക്ടീരിയ വരികയും അങ്ങനെ വന്ന് നമ്മുടെ ലങ്സിലേക്ക് പ്രവേശിക്കുകയും ഈ എയർ പാസേജിലൂടെയൊക്കെ കടന്ന് ഏറ്റവും അവസാനം എന്ത് ചെയ്യും? അവൻ നമ്മുടെ ആൽവിയോളയിൽ വരെ എത്തും. അങ്ങനെ ആൽവിയോളയിൽ വരെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പതുക്കെ അവൻ അവിടെ നിൽക്കാൻ തുടങ്ങുകയും അവൻ അവിടെ മൾട്ടിപ്ലൈ ചെയ്യാനും തുടങ്ങും. അങ്ങനെ നമ്മുടെ ഈ ആൽവിയോളയുടെ നോർമൽ ഫങ്ഷനിങ് ഓൾട്ടർ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആൽവിയോളയുടെ ഫങ്ഷൻ എന്താണ്? ഈ റെസ്പിറേറ്ററി പാസേജ് വഴി വരുന്ന ഓക്സിജനെ ബ്ലഡ് വെസലിലേക്ക് കടത്തിവിടുന്നത്, അല്ലെ? ബ്ലഡ് വെസലിലൂടെ തിരിച്ചു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളയിലേക്ക് എത്തിക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഒക്കെ നമ്മുടെ ആരുടെ ജോലിയാണ്? ആൽവിയോളയുടെ ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഈ ആൽവിയോളയിൽ നമുക്കറിയാം വളരെ തിൻവോൾഡ് ആണ്. ആൽവിയോളയിൽ വന്നിട്ട് ഈ ബാക്ടീരിയ വന്നിങ്ങനെ കൂടാം. അപ്പൊ അത് കൂടി കഴിയുമ്പോഴത്തേക്ക് നോർമലി നമ്മുടെ ബ്രീത്തിങ് പ്രശ്നത്തിലാവും. ശ്വാസം എടുക്കാനും ശ്വസിക്കാനും ഒക്കെ പ്രശ്നത്തിലാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആൽവിയോളൈക്ക് ഇൻഫെക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക്, സെല്ലുകളിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവ് കുറയും, അല്ലെ? അങ്ങനെ ഓക്സിജന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നതാണ്, ആ ഒരു അസുഖത്തിനെ വിളിക്കുന്ന പേരാണ് ന്യൂമോണിയ എന്ന് വിളിക്കുന്നത്. ന്യൂമോണിയ. ഓക്കെ, സോ ന്യൂമോണിയ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ ആൽവിയോളൈ ഓഫ് ദ ലങ്സിന്റെ ആൽവിയോളൈനെയാണ് ഈ അസുഖം ബാധിക്കുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ നമ്മുടെ ലങ്സിലേക്ക്, അതായത് ആൽവിയോളയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ഫീവർ ഉണ്ടാവും, പനി ഉണ്ടാവും, പിന്നെ ചെറിയ ചിൽ എന്ന് പറയുന്ന കുളിരുണ്ടാവും. പിന്നെ പതുക്കെ ഇവന്റെ എണ്ണം കൂടുന്നതനുസരിച്ച്, ഇവൻ മൾട്ടിപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ഇവൻ തടസ്സപ്പെടുത്തിക്കും. അതായത് ആൽവിയോളയിലൂടെയുള്ള റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് തടസ്സപ്പെടും. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ന് പറഞ്ഞ് കഫ് വരും, നമുക്ക് ചുമ വരാം. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഹെഡേക്ക് വരാം. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബാക്ടീരിയ എൻ്റർ ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഫീവർ വരുന്ന പനി വരുന്ന കഴിയുമ്പോൾ നമുക്ക് നല്ല കുളിര് വരും, നല്ല തണുപ്പ് പോലെ ഇങ്ങനെ കുളിരുന്ന ഫീല് വരും.
പതുക്കെ പതുക്കെ അതിന്റെ ഒപ്പം ഹെഡേക്ക്, തലവേദന വരും. പയ്യെ എന്തായിട്ട് മാറും, പിന്നീട് അടുത്ത ലക്ഷണത്തിലേക്ക് മാറും, കഫിലേക്ക് മാറും. അതൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇവൻ കുറെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗേഷ്യസ് എക്സ്ചേഞ്ച് എന്താവും, ബ്ലോക്ക് ആയി മാറും, തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് പറ്റും, അത് ചുമയിലേക്ക് മാറും. ഓക്കെ, ഇനി കുറച്ചും കൂടെ കേസിൽ നമ്മൾ എന്ത് പറ്റും, എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലൊന്നും പോകാതെ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതിരുന്നാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഫിംഗർ നെയിൽസ്, അവിടെ നമ്മുടെ ലിപ്സ് ഒക്കെ ഗ്രേ ടു ബ്ലൂയിഷ് ഇൻ കളർ എന്ത് പറ്റും, ഇതൊക്കെ ഓക്സിജന്റെ ഡെഫിഷ്യൻസി കാണിക്കുന്ന ഒരു കരുവാളിച്ച നീല കളറിലേക്കൊക്കെ മാറും. നമ്മുടെ ചുണ്ടിന്റെയും ഫിംഗർ നെയിൽസിന്റെ ഭാഗമൊക്കെ ഒരു നീല കളറിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് ആ ലക്ഷണങ്ങൾ അത് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഈ ന്യൂമോണിയ ഭയങ്കര സിവിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള അതിന്റെ ഒരു ലക്ഷണമാണ്, ഒരു സൂചനയാണ് നമുക്ക് കാണിക്കുന്നത്. ഇൻ സിവിയർ കേസസ് ദി ലിപ്സ് ആൻഡ് ഫിംഗർ നെയിൽസ് മേ ടേൺ ഗ്രേ ടു ബ്ലൂയിഷ് ഇൻ കളർ, അങ്ങനെ സംഭവിക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിനെ കുറിച്ച് എന്താ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന, ബാക്ടീരിയ ലൈക്ക് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡിസീസ് ന്യൂമോണിയ ഇൻ ഹ്യൂമൻസ് വിച്ച് ഇൻഫെക്ട്സ് ദ ആൽവിയോളൈ. ഉണ്ടോ, നമ്മുടെ ആൽവിയോളൈനെ അത് ഇൻഫെക്ട് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദ ഇൻഫെക്ഷൻ ദ ആൽവിയോളൈ ഗെറ്റ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് ലീഡിംഗ് ടു സിവിയർ പ്രോബ്ലംസ് ഇൻ റെസ്പിറേഷൻ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ അസുഖം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്? ഇത് പ്രധാനമായിട്ടും എയറിലൂടെയാണ് പകരുന്നത്. അതായത് ഒരാൾക്ക് ഈ ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇയാള് തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ ബാക്ടീരിയ പുറത്തേക്ക് വരും. അപ്പൊ പുറത്തേക്ക് വരുമ്പോൾ അടുത്തൊരാൾ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അടുത്തൊരാൾ നിൽക്കുമ്പോൾ എന്ത് പറ്റും, അയാളുടെ ശരീരത്തിലേക്ക് എയറിലൂടെ ഇത് പകരാനുള്ള, മറ്റേ ആൾക്ക്, രോഗമില്ലാത്ത ആൾക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒരു പേഷ്യന്റിന് ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ അയാളുടെ ബൈസ്റ്റാൻഡർ നിൽക്കുമ്പോൾ ബൈസ്റ്റാൻഡർക്ക് ചിലപ്പോൾ ആ പേഷ്യന്റ് ചുമക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ബൈസ്റ്റാൻഡറിന് ഇത് പകരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ രോഗമുള്ള ഒരാൾ ഉപയോഗിച്ച വസ്തുക്കൾ, പ്ലേറ്റ്, അദ്ദേഹം ഭക്ഷണം കഴിച്ച പ്ലേറ്റ്, വെള്ളം കുടിച്ച ഗ്ലാസ്, അതുപോലെ ഇവൻ എന്തോ ആവട്ടെ, ഒരു പേന, രോഗമുള്ള ഒരാൾ ഇങ്ങനെ ചുമച്ചു, എന്ത് ചെയ്തു, ഒരു പേനയെ പിടിച്ചു, ആ കയ്യിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ ബാക്ടീരിയ ഈ പേനയുടെ അറ്റത്തേക്ക് വരാം. രോഗമില്ലാത്ത ഒരാൾ വന്നിട്ട് ഇതെടുക്കുന്നു, അയാളുടെ ശരീരത്തിലേക്ക് ഇത് കടന്ന് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായിരിക്കും, ഇത് സാധാരണയായിട്ട് ഇൻഫെക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എങ്ങനെയായിരിക്കും, എയറിലൂടെ ആയിരിക്കും. അതായത് എ ഹെൽത്തി പേഴ്സൺ അക്രോസ് ദ ഇൻഫെക്ഷൻ ബൈ ഇൻഹേലിംഗ് ദ ഡ്രോപ്ലെറ്റ്. ഒരാൾ ചുമച്ചു കഴിയുമ്പോൾ അതിന്റെ ഡ്രോപ്ലെറ്റുകൾ പുറത്തേക്ക് ചാടാം, അല്ലെ, അല്ലെങ്കിൽ അതിന്റെ എയറോസോൾസ് വരാം, അല്ലെ. ആ എയറോസോൾസ് രോഗമുള്ള ആള് ചുമച്ചപ്പോൾ റിലീസ് ചെയ്ത് പുറത്തേക്ക് വന്ന എയറോസോൾസും, അല്ലെങ്കിൽ ബൈ ഷെയറിംഗ് ഗ്ലാസസ്, അദ്ദേഹം ഉപയോഗിച്ച ഗ്ലാസുകൾ രോഗമില്ലാത്ത ആളുകൾ ഷെയർ ചെയ്യുന്നതും, അല്ലെങ്കിൽ യൂട്ടൻസിൽസ്, മറ്റുള്ള വസ്തുക്കളൊക്കെ ഷെയർ ചെയ്യുന്നത് മൂലം ഈ രോഗം നമുക്ക് പകരാം. ഓക്കെ, ഇനി അതർ ഡിസീസുകളെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഡിസെൻട്രി, പ്ലേഗ്, ഡിഫ്തീരിയ, ഇതൊക്കെ നമുക്ക് സാധാരണയായിട്ട് ചില ബാക്ടീരിയൽ ഡിസീസസ് ആണ്. അതിന്റെ പേരുകൾ മാത്രം നമുക്ക് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഡിസെൻട്രി എന്നും പ്ലേഗ് എന്നും ഡിഫ്തീരിയ എന്ന് പറയുന്നതൊക്കെ ചില ബാക്ടീരിയൽ ഡിസീസസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂമോണിയ എന്ന് പറഞ്ഞ അസുഖത്തെ കുറിച്ച് ഇത്ര നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂമോണിയ ഉണ്ടാവാൻ കാരണമാവുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ബാക്ടീരിയ ആണ്. ഇത് നമ്മുടെ ആൽവിയോളൈ, അതായത് ലങ്സിന്റെ എയർ സാക്ക് എന്ന് അറിയപ്പെടുന്ന ആൽവിയോളൈ എന്നുള്ള ഭാഗത്തിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, പനി ഉണ്ടാവാം, കുളിരുണ്ടാവാം, തലവേദന വരാം, പിന്നെ അത് ചുമയിലേക്ക് മാറാം. പിന്നെ അത് നമുക്ക് പ്രോപ്പറായിട്ട് ചികിത്സിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, നമ്മുടെ ഫിംഗർ നെയിൽസിലും ലിപ്സിലും ഒക്കെ ഗ്രേ കളറിലുള്ളത് ഒരു നീല കളറിലേക്ക് മാറും. അതായത് സിവിയർ ഓക്സിജൻ ഡെഫിഷ്യൻസി, നമ്മുടെ ബോഡിക്കും അല്ലെങ്കിൽ ബോഡിയിലുള്ള സെല്ലുകളിലൊക്കെ ഓക്സിജൻ ഡെഫിഷ്യൻസി വരാം. ഇനി ഇതെങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്, ബൈ എയർ, അല്ലെ, എയറിലൂടെ. അതായത് ഒരാൾ ചുമക്കുകയോ അല്ലെങ്കിൽ തുമ്മുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ബാക്ടീരിയ പുറത്തേക്ക് വരാനും അടുത്ത് നിൽക്കുന്ന ആൾക്ക് പകരാനുമുള്ള സാധ്യത ഉണ്ട്. ഇനി നമ്മൾ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യും? നമുക്ക് ഈ രോഗം നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ചില ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഈ രോഗം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ന്യൂമോണിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഡിസീസാണ് കോമൺ കോൾഡ്. നെക്സ്റ്റ് അടുത്ത ഡിസീസിന്റെ പേര് കോമൺ കോൾഡ് എന്ന് പറയും. എന്താണ് കോമൺ കോൾഡ്? കോമൺ കോൾഡ് എന്ന് പറഞ്ഞാൽ ജലദോഷം. നമുക്ക് സാധാരണയൊക്കെ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ വരുന്നില്ലേ, അല്ലെങ്കിൽ പനി ഉണ്ടാകുമ്പോൾ കൂടെ ജലദോഷം വരും. അങ്ങനെ ജലദോഷം എന്നാണ് കോമൺ കോൾഡ്. ഓക്കെ,
അതിന് കാരണം ആരാണെന്ന് അറിയാമോ? റൈനോ വൈറസ് ആണ്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആരെ കുറിച്ചാണ്? ബാക്ടീരിയകളാണ് അല്ലെ. ബാക്ടീരിയൽ ഡിസീസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ടൈഫോയിഡ് ഫീവറും ന്യൂമോണിയും ഡിഫ്തീരിയ എന്നൊക്കെ പറഞ്ഞത്. ഇനി ഇതിന് കാരണമാകുന്നത് റൈനോ വൈറസ് ആണ്. വൈറസുകളെ കുറിച്ച് നമ്മൾ വൈറസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോ റൈനോ എന്ന് പറയുന്ന വൈറസുകൾ തന്നെ റൈനോ വൈറസ്, റെട്രോ വൈറസ് എന്നൊക്കെ പറഞ്ഞ് പല വിഭാഗങ്ങളുണ്ട്. അതിൽ റൈനോ വൈറസ് ആണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. ഇനി ഇറ്റ് അഫക്ട്സ് നോസ് ആൻഡ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പൊ ഈ കോമൺ കോൾഡ് എവിടെയാണ് നമ്മളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തിലാണ് ഈ അസുഖം, ഈ കണ്ടീഷൻ നമുക്ക് ബാധിക്കുന്നത്? ഇറ്റ് അഫക്ട്സ് അവർ നോസ് ആൻഡ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. നമ്മുടെ നോസിനെയും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിനെയുമാണ് ഇത് ബാധിക്കുന്നത്. ഓക്കെ, അത് എവിടെയാണ്, ഇങ്ങനെയാണ് നമുക്ക് നോക്കാം. വിചാരിക്കുക, നേസൽ ഓപ്പണിങ്, നോസ്ട്രൽസ് രണ്ട് സൈഡും ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് വരുന്ന നമുക്കറിയാം നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നേസൽ ചേംബർ. നമ്മുടെ നോസ്, ഈ ഭാഗമാണ് നോസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മൂക്കിന്റെ ഭാഗങ്ങള്. ദെൻ നമ്മൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ ഡിസ്കസ് പഠിച്ചതാണ്. നെയ്സൽ ചേംബർ, നെയ്സൽ ക്യാവിറ്റി, നാസോഫാരിങ്സ് എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ വരുന്നു. ഇത് നമ്മുടെ ത്രോട്ട് എന്ന് പറയും അല്ലെ, തൊണ്ട എന്നൊക്കെ പറഞ്ഞ ഭാഗം. അപ്പോ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗത്തിനെ നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗമാണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് വിളിക്കുന്നത്. So, upper respiratory tract. Okay, upper respiratory tract. ഈ ഭാഗത്താണ് നമുക്കറിയാം നമ്മൾ പാത്തോജൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ്, ഇഷ്ടംപോലെ പാത്തോജൻസ് ഉണ്ട്. ഈ ഓരോ ടൈപ്പ് പാത്തോജൻസിനും നമ്മുടെ ബോഡിയിൽ അതായത് നമ്മുടെ ബോഡിയിൽ അവർക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് മാത്രമാണ് അവർ വന്നിരിക്കുകയും അവര് നമ്മുടെ വൈറ്റൽ ആക്ടിവിറ്റീസിനെ ചേഞ്ച് ചെയ്യും, അവർ റീപ്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുള്ളൂ. എല്ലാവരും എല്ലാ ഭാഗത്തും കാണപ്പെടുന്നില്ല. ചില പ്രത്യേക ഏരിയകളിലാണ് ഈ പറയുന്ന പാത്തോജൻസ് അവർക്ക് ഏറ്റവും ഇഷ്ടത്തോടെ അവർക്ക് ജീവിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ റെട്രോ വൈറസ് എന്ന് പറയുന്ന റൈനോ വൈറസ്, റെട്രോ അല്ല റൈനോ വൈറസ്, അതായത് നമ്മുടെ ജലദോഷത്തിന് കാരണമാവുന്ന റൈനോ വൈറസ് എന്ന് പറയുന്ന വൈറസിന് ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എന്തൊക്കെയാണ്? ഈ റെസ്പിറേറ്ററി ഭാഗമൊക്കെയാണ്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. അപ്പൊ അവൻ ആദ്യം നമ്മുടെ മൂക്കിന്റെ ഈ ഭാഗത്തും നേസൽ ക്യാവിറ്റിയിലും മൂക്കിന്റെ സൈഡിലും നേസൽ ക്യാവിറ്റിയിലേക്ക് വന്ന് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? പതുക്കെ പതുക്കെ അവൻ ഗ്രോത്ത് നടന്ന് ഫൈനലി അവൻ നമ്മുടെ തൊണ്ട വരെ, ത്രോട്ട് വരെ എത്തും. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഈ ത്രോട്ട് വരെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റില് മ്യൂക്കസ് ഉണ്ട് അല്ലെ, മ്യൂക്കസ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മ്യൂക്കസ് ഒക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യപ്പെടും. ഇതൊക്കെ ഒരു സോളിഡിഫൈ ചെയ്യുന്ന, ഇവൻ വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെയുള്ള മ്യൂക്കസ് ഒക്കെ ഫോം ചെയ്യുന്ന മ്യൂക്കസ് ഒക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ ഇങ്ങനെ പയ്യെ ഇങ്ങനെ സോളിഡിഫൈ ചെയ്യാനൊക്കെ തുടങ്ങും കേട്ടോ. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഒരു ബ്ലോക്ക് ആയി പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറും. അപ്പൊ എന്ത് സംഭവിക്കും? അങ്ങനെ ഒന്നല്ല എന്തായിരിക്കും സംഭവിക്കുക? സോ അപ്പൊ അതിലൂടെ ഓക്സിജന് കടന്നു പോകാനുള്ള ഒരു സൗകര്യം കുറയും. അപ്പൊ ഇത് വന്നിരിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ മൂക്കടഞ്ഞു പോകാന്നൊക്കെ നമ്മൾ പറയില്ലേ, നേസൽ കൺജഷൻ. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് നേസൽ കൺജഷൻ എന്ന് പറയും. എന്ത് പറ്റും? ഇവന് വന്നിരിക്കുന്നതനുസരിച്ച് മൂക്കടയും. അപ്പൊ നമുക്ക് സുഖമായിട്ട്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഓക്സിജൻ അകത്തേക്ക് പോകാനുള്ള ഒരു തടസ്സം വരും. ഓക്സിജൻ അകത്തേക്ക് പോകാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകാനൊക്കെ ഉള്ള ഒരു പ്രയാസം നമുക്ക് അവിടെ അനുഭവപ്പെടും.
ഇതാണ് ജലദോഷത്തിന് ഏറ്റവും വലിയൊരു നമുക്കുണ്ടാവുന്ന ഒരു നമുക്കുണ്ടാവുന്ന ഒരു ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? നേസൽ കൺജഷൻ ഉണ്ടാവാം. മനസ്സിലായോ? എന്തുകൊണ്ടാണ് നേസൽ കൺജഷൻ വരുന്നതെന്ന് മനസ്സിലായോ? ഇവൻ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വന്നിരിക്കും. പയ്യെ പയ്യെ ത്രോട്ടിലേക്ക് വരുന്ന അനുസരിച്ച് എന്ത് പറ്റും? ത്രോട്ട് പെയിൻ ഒക്കെ വരാം, അതായത് തൊണ്ടവേദനയിലേക്ക് വരാം, ശബ്ദമടപ്പ്. ജലദോഷമൊക്കെ ഉള്ള ഒരാള് ഒത്തിരി സിവിയർ ആയിട്ടുള്ള ജലദോഷം കൂടി നിൽക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഒക്കെ ചെറിയ വ്യത്യാസം വരാം, അല്ലെ? ശബ്ദം അതുപോലെ ആയിരിക്കുന്നില്ല, സോർ ത്രോട്ട് വരാം, ഹോഴ്സ്നെസ് വരാം, ശബ്ദമടപ്പ്, തൊണ്ടവേദന ഒക്കെ വരാം. അപ്പോ നേസൽ കൺജഷൻ. പിന്നെ പതുക്കെ പതുക്കെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നേസൽ ഡിസ്ചാർജ് ആയിട്ട് മാറും, അല്ലെ? നേസൽ കൺജഷൻ വരാം, നേസൽ ഡിസ്ചാർജ്. എന്താ നേസൽ ഡിസ്ചാർജ്? മൂക്കൊലിപ്പ്, മൂക്കിൽ നിന്നും ഇത് എന്താണ് പുറത്തേക്ക് വരാം, ഡിസ്ചാർജ് ആയിട്ട് വരാം. മ്യൂക്കസ പോലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു റെസ്പിറേറ്ററി ഇറിറ്റേഷൻ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. ഓക്കെ, സോ നോക്കൂ, കോമൺ കോൾഡ് എന്താണ്? Many viruses also cause diseases in human beings. Rhinoviruses represent one such group of virus which cause one of the most infectious human ഡിസീസ്, കോമൺ കോൾഡ്. നമ്മൾ ഇവിടെ കോമൺ കോൾഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഒരുപാട് വൈറസുകളുണ്ട്. ഈ പല വൈറസുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറസുകളിൽ ഭൂരിഭാഗവും മനുഷ്യർക്ക് രോഗം ഉണ്ടാക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് നമ്മൾ റൈനോ വൈറസ് എന്ന് വിളിക്കുന്നത്. ആ റൈനോ വൈറസ് ഉണ്ടാക്കുന്നതാണ് കോമൺ കോൾഡ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തൊക്കെയാണ്? ദേ ഇൻഫെക്ട് ദ നോസ് ആൻഡ് റെസ്പിറേറ്ററി പാസേജ് ബട്ട് നോട്ട് ദ ലങ്സ്. ഇവൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ റെസ്പിറേറ്ററി പാസേജിനെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ലങ്സിലേക്ക് താഴത്തേക്ക് പോകുന്നില്ല. അതാണ് നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദ കോമൺ കോൾഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, പറഞ്ഞു നമ്മൾ, നേസൽ കൺജഷൻ. കണ്ടോ? നേസൽ കൺജഷൻ, മൂക്കടപ്പ് വരുന്നത്. എന്തുകൊണ്ടാണ് നേസൽ കൺജഷൻ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തായിട്ട് മാറും? നേസൽ ഡിസ്ചാർജ് ആയിട്ട് മാറും, മൂക്കൊലിപ്പായിട്ട് മാറും. സോർ ത്രോട്ട്, സോർ ത്രോട്ട് എന്ന് പറഞ്ഞാൽ തൊണ്ടവേദന. ഹോഴ്സ്നെസ്, ഹോഴ്സ്നെസ് എന്ന് വെച്ചാൽ ശബ്ദമെടുപ്പ് എന്ന് പറയും. ശബ്ദമെടുപ്പ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് ആ ശബ്ദത്തിൽ ഒരു വ്യത്യാസം വരാം. പിന്നെ എന്ത് സംഭവിക്കാം? കഫ് വരാം. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ കഫ് ഉണ്ടാവും, ചുമ വരാം. ഒപ്പം എന്ത് പറ്റും? തലവേദനയും വരും. നല്ല സിവിയർ ആയിട്ടുള്ള ജലദോഷമൊക്കെ ആണെങ്കിൽ തലവേദന വരാം. നമുക്ക് എന്താ പറ്റും? ഇനി എന്താണ് ആക്റ്റീവായിട്ട് ആൾക്ക് ജോലി ചെയ്യാൻ പറ്റാതെയൊക്കെ എന്ത് പറ്റും? ടയേർഡ്നെസ്, ഭയങ്കര ക്ഷീണമൊക്കെ വരും. ഇനി സാധാരണയായിട്ട് ഈ ജലദോഷത്തിന്റെ ഈ റൈനോ വൈറസിന്റെ അല്ലെങ്കിൽ ഈ കോമൺ കോൾഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഏകദേശം ഒരു 3 to 7 ദിവസമാണ് ഇവൻ അവിടെ വന്നിരിക്കുക. ഓക്കെ, അപ്പൊ 3 to 7 ദിവസമായിരിക്കും ഇവൻ അവിടെ ജീവിക്കാൻ സാധിക്കുക. അപ്പൊ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിൽ ഒരു 3 മുതൽ 7 ദിവസം കൊണ്ട് എന്ത് പറ്റും? ഇവൻ വരികയും പോവുകയൊക്കെ ചെയ്യും. ഓക്കെ, ഈ അസുഖം നമുക്ക് മാറുകയും ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ കോമൺ കോൾഡ് എന്ന് പറയുന്നത്. അത് ഉണ്ടാവുന്ന വൈറസിന്റെ പേരാണ് റൈനോ വൈറസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ജലദോഷം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എയറിലൂടെ നമുക്ക് വരാനുള്ള സാധ്യതയാണുള്ളത്. റിസൾട്ടിംഗ് ഫ്രം കഫ് ഓർ സ്നീസസ് ഓഫ് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ are either inhaled directly or transmitted through contaminated objects. അതായത് ഇപ്പൊ ജലദോഷമുള്ള ഒരാള് എന്തായിരിക്കും? ജലദോഷം ഉള്ളപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ചുറ്റും നിൽക്കുന്ന ആളുകളെ ഒന്നും ശ്രദ്ധിക്കാതെ മൂക്ക് ചീറ്റാന്ന് വിചാരിക്കുക. അപ്പൊ മൂക്ക് ചീറ്റുമ്പോൾ എന്താണ് ഈ പുറത്തേക്ക് പോകുന്നത്? എന്താണ്? ഈ ബാക്ടീരിയ, ഈ വൈറസ്, ഈ റൈനോ വൈറസ് പുറത്തേക്ക് പോകും. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന ആളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഇത് ബാധിക്കാനുള്ള, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സ്നീസിങ്, നമ്മൾ തുമ്മുമ്പോൾ, നമ്മൾ ചുമയ്ക്കുമ്പോൾ, അപ്പൊ ത്രോട്ടിന്റെ ഭാഗത്തൊക്കെയാണ് ഇത് വന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പോൾ ആ ചുമയുടെ കൂടെ ഇത് പുറത്തേക്ക് പോവാം. തുമ്മുമ്പോൾ അങ്ങനെ തുമ്മലിന്റെ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ പല കാരണങ്ങൾ വഴി നമുക്ക് ഇത് രോഗമുള്ള ഒരാളിൽ നിന്നും എക്സ്റ്റേണൽ എൻവയോൺമെന്റിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അയാളുടെ അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇത് പകരാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, ഈ രോഗമുള്ള ഒരാൾ തുമ്മിയുമ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും പാത്രങ്ങള് അല്ലെങ്കിൽ വെള്ളം, ഗ്ലാസ്, അദ്ദേഹം ഉപയോഗിച്ച പേന, അതുവഴിയൊക്കെ അയാൾ ഇപ്പൊ കൂടെ ജലദോഷമുള്ള ഒരാൾ മൂക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ചിലപ്പോൾ അയാളുടെ കയ്യിലൊക്കെ പറ്റി പിടിച്ചിരിക്കാം. അതൊക്കെ ചിലപ്പോൾ എന്ത് വെച്ചും അയാൾ പോയിട്ട് ഗ്ലാസ്സിലോ പ്ലേറ്റിലോ ഒക്കെ വന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു കസേരയൊക്കെ വന്നിരിക്കാം, അല്ലെങ്കിൽ തൂത്ത് വെക്കാം, തുടച്ചൊക്കെ വെക്കാം. അപ്പൊ രോഗമില്ലാത്ത ഒരാൾ വന്നിരുന്നാൽ അയാൾക്ക് അവിടെ നിന്നും ഈ വൈറസുകൾ അയാളുടെ ബോഡിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് സാധാരണ നമുക്ക് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ രോഗം പകരുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ ഇവിടെ നമ്മൾ ചില എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്ട്സ് സച്ച് ആസ് പെൻസ്, ബുക്ക്, കപ്പ്, ഡോർ നോബ്, കമ്പ്യൂട്ടർ, കീബോർഡ്, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതാണ് അല്ലെ. മൗസ്, ഇപ്പൊ മൗസ് ഉള്ള ഒരാൾ മൗസ് ഉപയോഗിക്കുന്നു, അത് രോഗമില്ലാത്ത ഒരാൾ ഒന്ന് ഉപയോഗിക്കുകയും, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ കീബോർഡുകൾ, ഡോർ നോബുകൾ, ഇതൊക്കെ സാധാരണ രീതിയിൽ ഈ ജലദോഷമൊക്കെ
പകരുന്ന ഒരു മീഡിയമാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാസ്ക് ഉപയോഗിക്കാനൊക്കെ പറയുന്നത്. ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾ മാസ്ക് ഉപയോഗിക്കുക അല്ലെ. മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജലദോഷം വന്നാലോ അല്ലെങ്കിൽ എന്താണ് തുമ്മുമ്പോഴൊക്കെ നമുക്ക് മറ്റൊരാളുകളിലേക്ക് അത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇതിലേക്ക് നമുക്ക് പകരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അത്രയാണ് കോമൺ കോൾഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഡിസീസ് എന്ന് പറയുന്നത് അമീബയാസിസ് എന്ന് വിളിക്കും. അമീബയാസിസ്. ഓക്കെ, അമീബയാസിസ് അത് സാധാരണ അമീബയാസിസ് എന്താണ്, കോസേറ്റീവ് ഏജന്റ്. അമീബയാസിസ് ഓർ അമീബിക് ഡിസെൻഡറി എന്നും കൂടി നമ്മൾ ഈ അസുഖത്തിനെ വിളിക്കുന്നുണ്ട്. അമീബിക് ഡിസെൻഡറി. അമീബിക് ഡിസെൻഡറി എന്നും കൂടി നമ്മൾ ഈ രോഗത്തിനെ വിളിക്കുന്നുണ്ട്. അമീബിയാസിസ് ഓർ അമീബിക് ഡിസെൻഡറി. കോസേറ്റീവ് ഏജന്റ്. ഇതിന് കാരണമാവുന്ന ആരാന്നറിയാമോ? കോസേറ്റീവ് ഏജന്റ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് വിളിക്കുന്ന ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. ഇറ്റ് അഫക്ട്സ് ദ ലാർജ് ഇൻഡസ്റ്റൈൻ ഓഫ് ദ ഹ്യൂമൻ. മനുഷ്യന്റെ ലാർജ് ഇൻഡസ്റ്റൈനെയാണ് ഈ അസുഖം ബാധിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാം ലാർജ് ഇൻഡസ്റ്റൈൻ. ഇങ്ങനെ പോകുന്ന ഭാഗമാണ് നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത്. നമ്മൾ സീക്കം, കോളൻ, ഇലിയൻ എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ലാർജ് ഇൻഡസ്റ്റൈനിലുണ്ട്. അപ്പോൾ എന്താണ് ലാർജ് ഇൻഡസ്റ്റൈന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഡൈജഷൻ നടന്നതിന് ശേഷം സ്മോൾ ഇൻഡസ്റ്റൈനിൽ ആഹാരങ്ങളൊക്കെ ദഹിച്ചതിന് ശേഷം പ്രധാനമായിട്ടുള്ള അബ്സോർഷൻ ഒക്കെ നടക്കുന്നതാണ്. വാട്ടറിന്റെ അബ്സോർഷൻ, അങ്ങനെ പല സാധനങ്ങളുടെയും പല വസ്തുക്കളുടെയും അബ്സോർഷൻ ഒക്കെ നടക്കുന്ന ഭാഗമാണ് ലാർജ് ഇൻഡസ്റ്റൈൻ. ഈ ലാർജ് ഇൻഡസ്റ്റൈനിലാണ് അൺഅബ്സോർബ്ഡ് സാധനങ്ങൾ മൂവ് ചെയ്യുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ദഹിക്കാത്ത അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ ലാർജ് ഇൻഡസ്റ്റൈനിലൂടെ മൂവ് ചെയ്യുന്നു. മെയിൻലി അത് ഫീക്കൽ മാറ്ററായിട്ട് മാറുന്നതൊക്കെ എവിടെയാ? നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിൽ വെച്ചാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ലാർജ് ഇൻഡസ്റ്റൈനിലാണ് ആര് വന്നിരിക്കുന്നത്? ഈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന പ്രോട്ടോസോവൻ പാരസൈറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇവന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇവന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇത് വന്ന് നമ്മുടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, പതുക്കെ നമുക്ക് മലബന്ധം ഫീൽ ചെയ്യാം. കോൺസ്റ്റിപ്പേഷൻ. അപ്പൊ ഇവൻ വരികയും വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇവൻ മൾട്ടിപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പതുക്കെ പതുക്കെ വയറുവേദന വരാം. ഈ രോഗം അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടോസോവൻ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വയറുവേദന വരാം. അബ്ഡോമിനൽ പെയിൻ, വയറിന്റെ ഭാഗത്തൊക്കെ ഇരുന്ന് വേദനകൾ വരാം. അതുപോലെ തന്നെ വയറ്റിൽ നിന്നും പോകാൻ ബുദ്ധിമുട്ടുണ്ട്, മലബന്ധം വരാം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്രാംസ്, നമ്മുടെ മസിൽസിനൊക്കെ നല്ല വേദനയും കാര്യങ്ങളൊക്കെ വരാം. ദെൻ സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്. അതായത് എന്താണ് സ്റ്റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീക്കൽ മാറ്റർ എന്ന് വിളിക്കുന്നതാണ് സ്റ്റൂൾ എന്ന് വിളിക്കുന്നത്. സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്, ദാറ്റ് ഈസ് അതായത് നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ കുറെ മ്യൂക്കസുകളൊക്കെ ഉണ്ട്. മ്യൂക്കസ് സെക്രീഷൻസ് ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും കണ്ടോ, ഇവിടെ നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിൽ നിന്ന് വരുന്ന ഭാഗമാണ് ഈലിയോസീക്കൽ വാൽവ് എന്നൊക്കെ പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പൊ അവിടെ നിന്ന് കടന്നു വന്ന് ഈ ബാക്ടീരിയ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും. സോറി, പ്രോട്ടോസോവൻ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇവിടുന്ന് ഇതിലൂടെ എന്ത് പറ്റും? ഈ അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾക്ക് ഇതിലെ മൂവ് ചെയ്യാനുള്ള പ്രയാസം വരും. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യാനുള്ള പ്രയാസം വരുന്നതുകൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ വരുന്നത്. കോൺസ്റ്റിപ്പേഷൻ. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നതും ഇത് ഇവിടെ വന്ന് ഈ ലാർജ് ഇൻഡസ്റ്റൈനിൽ ഇതിങ്ങനെ ഫില്ലായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ ലാർജ് ഇൻഡസ്റ്റൈനിൽ നടക്കേണ്ട അബ്സോർഷനും മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ നടക്കേണ്ട പ്രോസസ്സുകൾ അബ്സോർഷൻ, വാട്ടറിന്റെ അബ്സോർഷൻ ഒക്കെ നടക്കാത്ത ഒരു കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ എന്തായിരിക്കും പറ്റുക? ഈ മ്യൂക്കസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പുറത്ത് കണ്ട ഇതിന്റെ ചുറ്റുപാടും ഒക്കെ നമുക്ക് കുറെ മ്യൂക്കസുകളുണ്ട്, മ്യൂക്കസ് സെല്ലുകളൊക്കെ ഉണ്ട്, മ്യൂക്കസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ മ്യൂക്കസ് ഒക്കെ ആയിരിക്കും പുറത്തേക്ക് പോവുക. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ സ്റ്റൂൾസ് പോകുന്നത് കുറവായിരിക്കും. അതിന്റെ കൂടെ എന്ത് പറ്റും? ഈ മ്യൂക്കസുകളൊക്കെ പുറത്തേക്ക് പോകും. ഏനസിലൂടെ ഡീഫിക്കേഷൻ നടക്കുമ്പോൾ മ്യൂക്കസുകളും പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടുകളും അതിന്റെ കൂടെ ഉണ്ടാവും. ബ്ലഡ് ക്ലോട്ടുകളൊക്കെ അതിന്റെ കൂടെ ചെറിയ ചെറിയ രക്തം കട്ട പിടിച്ച് കിടക്കുന്ന പോലെയൊക്കെ അതൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട അമീബിയാസിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത്. കോൺസ്റ്റിപ്പേഷൻ, ദെൻ അബ്ഡോമിനൽ പെയിന്, ക്രാമ്പ്, സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്. ഓക്കെ, ഇനി ഇത് ഫൈനലി
ആദ്യം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ തുടങ്ങും, പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഒരു എന്താണ് ഡിസെൻട്രി എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് മാറും. അത് നമ്മൾ അമീബിക് ഡിസെൻട്രി, അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി ഒരു സ്റ്റേജിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ഇനി അതെങ്ങനെയാണ് ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്? അതായത് ഇത് സാധാരണയായിട്ട് നമുക്കറിയാം, ഈ അസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഈ അമീബിക് ഡിസെൻട്രി ഉള്ള ഒരാള് എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ, മീൻസ് ഡീഫിക്കേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ ഫീക്കൽ മാറ്ററിന്റെ കൂടെ ഈ അമീബ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്നുള്ള പ്രോട്ടോസോവൻ പാരസൈറ്റും കൂടി എന്താണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോ പഴയ കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് ക്ലോസ്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്തൊക്കെ, ശൗചാലയങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്തൊക്കെ ആളുകൾ ഇങ്ങനെ പബ്ലിക് ആയിട്ടൊക്കെ പോയി എന്താണ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാം വന്നിരുന്നിട്ട് ഈ ഹൗസ് ഫ്ലൈസ്, ഈച്ചയൊക്കെ ഈച്ച വന്ന് എന്ത് ചെയ്യും, ഈ കിടക്കുന്ന മലത്തിലെല്ലാം വന്നിരിക്കുകയും അവന്റെ ചിറകിലും കാലിലും ഒക്കെ ഈ അമീബ എന്താണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്നുള്ള പാരസൈറ്റ് പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. ഇവൻ നേരെ ചെന്നിട്ട് പോകുന്നത് ഏതെങ്കിലും നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ ഒക്കെ തുറന്നു വെച്ചിരിക്കുന്ന ആഹാര സാധനത്തിലൊക്കെ പോയിരിക്കും. ഉഴുന്നുവടയിലോ ഉള്ളിവടയിലോ എന്താണ് വെള്ളത്തിലോ ഒക്കെ പോയിരിക്കും. അപ്പൊ എന്ത് പറ്റും, ആ സാധനത്തിൽ, ആ ആഹാര സാധനത്തില് ഈ ബാക്ടീരിയ പ്രോട്ടോസോവൻ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക പറ്റിപ്പിടിച്ചിരിക്കുകയും അത് രോഗമില്ലാത്ത ഒരാൾ വന്ന് കഴിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് ഈ പ്രോട്ടോസോവനെ പാരസൈറ്റിനെ കിട്ടുകയും ചെയ്യും. അങ്ങനെ അയാൾക്ക് എന്ത് സംഭവിക്കും, ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഹൗസ് ഫ്ലൈസ് ആക്സസ് മെക്കാനിക്കൽ കാരിയേഴ്സ്. എന്തുകൊണ്ട് അവരൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഈ പാരസൈറ്റിനെ എടുത്തുകൊണ്ട് പറന്ന് ഇങ്ങനെ പോയി വേറെ സ്ഥലത്തേക്ക് പോവുക. അതാണ് മെക്കാനിക്കൽ കാരിയർ എന്ന് വിളിക്കുന്നത്. ആൻഡ് സെർവ് ടു ട്രാൻസ്മിറ്റ് ദ പാരസൈറ്റ് ഫ്രം ദ ഫീസസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഫുഡ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, thereby contaminating them. എന്ത് പറ്റും, ഇതില്ലാത്ത ഒരു ഫുഡിലോ ഫുഡ് പ്രോഡക്റ്റിലോ പോയിരിക്കുമ്പോൾ അത് കണ്ടാമിനേറ്റഡ് ആയി, അത് രോഗമില്ലാത്ത ഒരാൾ കഴിക്കും. അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് രോഗം വരും. ദെൻ കണ്ടാമിനേറ്റഡ് ഫുഡിൽ മാത്രമല്ല, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഫുഡ് കണ്ടാമിനേറ്റഡ് ബൈ ഫീക്കൽ മാറ്റർ ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. എന്ത് പറ്റും, അങ്ങനെ ഇയാൾ രോഗമില്ലാത്ത ഒരാള് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വെള്ളമൊക്കെ കുടിച്ചാൽ ഇയാൾക്ക് ഈ രോഗം വരാനുള്ള സാധ്യത ഉണ്ട്. ഇതാ നമ്മൾ അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡിസീസാണ് അസ്കാരിയാസിസ് എന്ന് വിളിക്കും. അസ്കാരിയാസിസ് എന്ന് പറയുന്നത് അസ്കാരിസ് എന്ന് പറയുന്ന ഒരു കോമൺ റൗണ്ട് വേം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ് അസ്കാരിസ് എന്ന് പറയുന്നത്. അതായത് റൗണ്ട് വേം. ഓക്കെ, അസ്കാരിയസ്, an intestinal parasite causes ascariasis. നമ്മുടെ ഇൻഡസ്റ്റൈനിൽ, പ്രധാനമായിട്ട് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനിലേക്ക് വന്നിരിക്കുന്ന വരാനുള്ള ഒരു ജീവിയാണ് ഒരു പാരസൈറ്റ് ആണ് അസ്കാരിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ അസ്കാരിസ് വന്നിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ പാസേജ് ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയൽ പാസേജ് ബ്ലോക്ക് ആവുന്നതനുസരിച്ച് നമുക്ക് അബ്ഡോമിനൽ പെയിൻ ഒക്കെ വരും. അപ്പൊ ആദ്യം നമുക്ക് വയറുവേദനയൊക്കെ വരും. അങ്ങനെ വയറുവേദന വരികയും ഇവൻ നോക്കൂ, ഇവൻ വന്ന് നമ്മുടെ ഇൻഡസ്റ്റൈൻ ആണെന്ന് വിചാരിക്കുക, ഇൻഡസ്റ്റൈനില്. അപ്പോ ഇൻഡസ്റ്റൈനിൽ ഇവൻ വന്ന് റൗണ്ട് വേം വന്നിരിക്കും ഇങ്ങനെ. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഇൻഡസ്റ്റൈനിൽ നിന്നുള്ള ബ്ലഡ് വെസലിൽ നിന്ന്, ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വെസൽസ് ഉണ്ട്, ആ ബ്ലഡ് വെസൽസിൽ നിന്നും അവന്മാർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ എടുക്കും. അങ്ങനെ അവന്മാർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ എടുത്ത് എന്ത് ചെയ്യും, ഇവര് ഗ്രോത്ത് നടക്കും. ഇവന്മാരുടെ ഗ്രോത്ത് നടന്ന് ഇവന്മാർ അവിടെ ഇരുന്ന് റിപ്രൊഡ്യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് പയ്യെ എന്ത് പറ്റും, അബ്ഡോമിനൽ പെയിൻ, വയറുവേദനയ്ക്ക് വരും. പിന്നെ എന്താ സംഭവിക്കുക, പതുക്കെ ഇവന്മാരെന്ത് ചെയ്യും, ഈ രക്തക്കുഴലുകൾ, ഇവിടെയുള്ള ബ്ലഡ് വെസൽസ് കുത്തിപ്പൊട്ടിക്കും. ഇവന്മാർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയാ. അപ്പൊ അവന്മാരെന്ത് ചെയ്യും, അത് അവന്മാര് ബ്ലോക്ക് ചെയ്യും. അതായത് പതുക്കെ ഇത് ബ്ലഡ് വെസൽസ് പൊട്ടിക്കും. അങ്ങനെ വരുമ്പോൾ ഇന്റേണൽ ബ്ലീഡിങ്, നമ്മുടെ വയറിലൊക്കെ ഉള്ളിലൊക്കെ വയറിന്റെ ഭാഗത്തൊക്കെ ബ്ലീഡിങ് സംഭവിക്കും. ഇന്റേണൽ ബ്ലീഡിങ്, രക്തം പുറത്തേക്ക് വരും. മസ്കുലാർ പെയിൻ വരും, നല്ല മസിൽസിനൊക്കെ അന്നേരം നമുക്ക് നല്ല വേദന വരും. പിന്നെ അതിന്റെ മറ്റൊരു ലക്ഷണമാണ് ഫീവർ വരും. അതോടൊപ്പം എന്ത് പറ്റും, അനീമിയ വരും. കാരണം ഈ പറയുന്ന സാധനം എല്ലാം ഇവന്മാർ എന്ത് ചെയ്യുക, നമ്മുടെ ഫുഡൊക്കെ ഇവന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോ നമ്മുടെ യഥാർത്ഥ നമ്മുടെ ബോഡിയിൽ നിന്നും ഇവിടെ നല്ല നമ്മുടെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടത്
ഉണ്ടോ, ന്യൂട്രിയൻസ് ഒക്കെ പോകേണ്ടത് ബോഡിയിൽ നിന്ന് അബ്സോർബ് ചെയ്ത സാധനമൊക്കെ ഈ ബ്ലഡ് വെസലിൽ നിന്നാണ് പോകേണ്ടത്. അപ്പൊ ആ അതിലുള്ള ന്യൂട്രിയൻസിനെല്ലാം ഇവന്മാരെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള ന്യൂട്രിയൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസിയും ഒപ്പം അതുപോലെ തന്നെ അനീമിയ, HB കൗണ്ട് ഒക്കെ കുറഞ്ഞു പോകാൻ കാരണമാവും. ദെൻ ഫൈനലി എന്ത് ചെയ്യും, കുറെ ആയി കഴിയുമ്പോഴത്തേക്കും ദേ കോസ് ഇന്റസ്റ്റൈനൽ ബ്ലോക്കേജ് ഓഫ് ദ ഇന്റസ്റ്റൈനൽ പാസേജ്. നമ്മുടെ ഇന്റസ്റ്റൈനൽ പാസേജ് എന്ത് ചെയ്യും, ഇവന്മാര് ബ്ലോക്ക് ചെയ്ത് കളയും. ഇങ്ങനെ ഈ പാസേജ് ഇതിലൂടെ കടന്നു പോകണ്ട. അപ്പൊ ഈ ഇന്റസ്റ്റൈനൽ ഭാഗമൊക്കെ ഇവന്മാര് ബ്ലോക്ക് ചെയ്ത് കളയും. അതാണ് ഇന്റസ്റ്റൈനൽ പാസേജ് ബ്ലോക്ക് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അബ്ഡോമിനൽ പെയിൻ വരാം, ഇന്റേണൽ ബ്ലീഡിങ്, മസ്കുലർ പെയിന്, ഫീവർ, അനീമിയ ആൻഡ് ബ്ലോക്കേജ് ഓഫ് ദ ഇന്റസ്റ്റൈനൽ പാസേജ്. ദെൻ ഇത് എങ്ങനെയാണ് സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഈ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്? അതായത് ഈ രോഗമുള്ള അപ്പൊ സാധാരണ ഇവന്മാരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയിലിലും വെള്ളത്തിലും ഒക്കെ കാണപ്പെടാം. പ്രത്യേകിച്ച് നമ്മുടെ സോയിലില് ഇതിന്റെ മുട്ടയൊക്കെ, ഈ അസ്കാരിസിന്റെ മുട്ട, അതായത് ഇപ്പൊ ഒരു അസുഖമുള്ള ഒരാള് എന്ത് ചെയ്യുന്നു, സ്റ്റൂള് റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അയാളുടെ ഈ സ്റ്റൂളില് ഈ പറഞ്ഞ ഈ അസ്കാരിസ് എന്നുള്ള വേം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ വേം ഉണ്ടാവും. അപ്പൊ ഇത് എന്താണ്, മണ്ണിൽ എവിടെയെങ്കിലൊക്കെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പലപ്പോഴും ഇതിന്റെ ചിലപ്പോൾ എഗ്ഗൊക്കെ ഉണ്ടാവും, ഇതിന്റെ മുട്ടയൊക്കെ ഉണ്ടാവും. ആ മണ്ണിൽ വർഷങ്ങളോളം ഈ അസ്കാരിസിന്റെ മുട്ട വർഷങ്ങളോളം അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ എന്ത് പറ്റും, നമ്മളൊക്കെ സാധാരണയായിട്ട് ഇപ്പൊ പണ്ട് പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ആണെങ്കിലും നമ്മളാണെങ്കിലും ഒരു പേരക്ക ചാടി, ഒരു മാമ്പഴം ചാടി, അല്ലെങ്കിൽ എന്താ വീട്ടിൽ പച്ചക്കറി, അതേ ഒരു പയറ്, വഴുതനങ്ങ, അതൊക്കെ നിൽക്കുന്നു. അപ്പൊ ഇതൊക്കെ മണ്ണിൽ ഇങ്ങനെ പൂണ്ട് കിടക്കുകയോ അല്ലെങ്കിൽ മണ്ണിൽ വീണ് കിടക്കുകയോ ചെയ്യാം. അപ്പൊ നമ്മുടെ അടുത്ത് നോക്കുമ്പോൾ എന്താ, ചെളിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ കടിച്ചു പറിച്ചിരുന്നു, അല്ല മാമ്പഴവും അതുപോലെ തന്നെ പേരക്കൊക്കെ ആണെങ്കിൽ അപ്പൊ അവര് കടിച്ചു പറിച്ചിരുന്നു. അപ്പൊ അതിലൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാതെ ഈ മണ്ണില് ഈ അസ്കാരിസിന്റെ ലാർവയോ അല്ലെങ്കിൽ എഗ്ഗോ ഉണ്ടാവും. അപ്പൊ ആ സാധനം ഫുഡിലൂടെ, ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് അകത്തേക്ക് ചെല്ലും. അങ്ങനെയാണ് ഇത് പടരുന്നത്. അതുകൊണ്ട് സാധാരണ നമുക്കറിയാം കൊച്ചുകുട്ടികൾക്കാണ് ഇതിന്റെ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരാറുള്ളത്, ഈ അസുഖം വരാറുള്ളത് കൊച്ചുകുട്ടികൾക്ക്. കാരണം എന്തുകൊണ്ട്, അവര് മണ്ണിലൊക്കെ കളിച്ച് കഴിയുമ്പോഴത്തേക്ക് മണ്ണിലൊക്കെ കയ്യിലൊക്കെ ചിലപ്പോൾ കയ്യിലും നഖത്തിന്റെ ഇടയിലൊക്കെ ഈ അസ്കാരിസിന്റെ മുട്ടയും അല്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ പറ്റി പിടിച്ചിരിക്കും. അവർ ക്ലീൻ ആവാതെ നമ്മൾ കൃത്യമായിട്ട് മണ്ണിലൊക്കെ പണിയെടുത്ത് കഴിഞ്ഞ് കൈയൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നേരെ അവന്മാരെ നമ്മുടെ ബോഡിയിലേക്ക് കടക്കുകയും നമ്മുടെ ഇൻഡസ്റ്റൈനിൽ എത്തുകയും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. സോ നോക്കൂ, ദ എഡ്ജസ് ഓഫ് ദ പാരസൈറ്റ് ആർ എക്സ്ക്രീറ്റഡ് അലോങ് വിത്ത് ദ ഫീസസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ വിച്ച് കണ്ടാമിനേറ്റ് സോയിൽ, വാട്ടർ, പ്ലാന്റ്സ്. അല്ലെ, ഇപ്പൊ പ്ലാന്റ് ആണെങ്കിലും അതെ, വെള്ളമാണെങ്കിലും അതെ, സോയിൽ ആണെങ്കിലും അതെ, ഇവന്മാര് അത് കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എ ഹെൽത്തി പേഴ്സൺ അക്വേഴ്സ് ദിസ് ഇൻഫെക്ഷൻ ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ. ചിലപ്പോൾ ഇത് വെള്ളത്തിലേക്കാണ് ചിലപ്പം ഡീഫിക്കേഷൻ നടത്തുന്നെങ്കിൽ വെള്ളത്തിൽ ഇതിന്റെ പ്രസൻസ് വരാൻ സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് വഴിയൊക്കെ ഇത് വരാനുള്ള സാധ്യത ഉണ്ടാവും. വെജിറ്റബിൾസ് വഴിയും ഫ്രൂട്ട്സ് വഴിയൊക്കെയാണ് നമുക്ക് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ അസുഖം പകരുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ അസ്കാരിയാസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ സം അതർ, അതായത് ന്യൂമോണിയ, അതുപോലെ കോമൺ കോൾഡ്, ദെൻ അമീബയാസിസ്, അതുപോലെ അസ്കാരിയാസിസ് എന്നീ രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.